ദൈവമുണ്ടോ എന്ന ചോദ്യം മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പഴക്കമേറിയതും ആഴമേറിയതുമായ ഒന്നാണ്. ദൈവവിശ്വാസികൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് പിന്നിൽ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രപഞ്ചത്തിലെ കൃത്യതയും ക്രമവും ഒരു സൃഷ്ടാവിന്റെ സാന്നിധ്യത്തിന് തെളിവായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അതായത് മനുഷ്യനും സർവ്വജീവജാലങ്ങൾക്കും ജീവിക്കാൻ വേണ്ട കൃത്യമായ രീതിയിൽ ഭൂമിയെയും പ്രപഞ്ചത്തെയും ഫൈൻ ട്യൂൺ ചെയ്തു വച്ചിരിക്കുന്നതിന് പിന്നിൽ ഒരു ദൈവിക ശക്തിയുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. വ്യക്തിപരമായ അനുഭവങ്ങളും അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളുമാണ് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായി അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ദൈവമില്ല എന്ന് വാദിക്കുന്ന ആളുകൾ എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ നിലനിൽപ്പിന് ശാസ്ത്രീയമായ തെളിവുകളില്ലെന്ന് ഇവർ വാദിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഉത്ഭവവും പരിണാമവും ശാസ്ത്രീയ നിയമങ്ങളിലൂടെ വിശദീകരിക്കാൻ കഴിയുമെന്നും ദൈവം എന്നത് മനുഷ്യന്റെ ഭാവനയോ അല്ലെങ്കിൽ പ്രകൃതി പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ പണ്ട് കണ്ടെത്തിയ ഒരു മാർഗമാണെന്ന് ഇവർ ശക്തമായി വാദിക്കുന്നു. ചുരുക്കത്തിൽ ഇതൊരു വിശ്വാസത്തിന്റെ വിഷയമാണ്. പലർക്കും ദൈവം എന്നത് പ്രതിസന്ധികളിൽ ആശ്വാസം നൽകുന്ന ഒരു ശക്തിയാണ്. മറ്റു ചിലർക്ക് അത് തെളിയിക്കപ്പെടാത്ത ഒരു സങ്കല്പം മാത്രമേ. ശാസ്ത്രം അതിന്റെ വസ്തുതകളെയും രീതികളെയും വിശകലനം ചെയ്യുമ്പോൾ ദൈവചിന്ത ആ വസ്തുതകളിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, അതിന് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ശാസ്ത്രം അന്വേഷിക്കുന്നത് എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് എന്നാണ്. അതായത് ഒരു മരണം സംഭവിക്കുമ്പോൾ ശരീരകോശങ്ങൾ എങ്ങനെ നശിക്കുന്നു, തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നിലയ്ക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ദൈവവിശ്വാസികൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് മരണം സംഭവിക്കുന്നു എന്നാണ്. ആ മരണത്തിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ടെന്നും മരണശേഷം ഒരു ജീവിതമുണ്ട് എന്നുമൊക്കെയാണ് വിശ്വാസികൾ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ശാസ്ത്രം ദൈവം എന്ന സങ്കല്പത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാത്തത്? ശാസ്ത്രം ദൈവത്തിനെതിരാണോ? ഒരിക്കലുമല്ല. ആധുനിക ശാസ്ത്രം പ്രവർത്തിക്കുന്നത് ചില പ്രത്യേക നിയമങ്ങൾക്കും നിബന്ധനകൾക്കും ഉള്ളിൽ നിന്നുകൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തെളിവ് എന്നതാണ്. തെളിവില്ലാത്ത ഒന്നിനെയും സത്യമായി പ്രഖ്യാപിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല. ഇന്നത്തെ വീഡിയോയിൽ ശാസ്ത്രം എന്തുകൊണ്ട് ദൈവസങ്കല്പത്തെ അംഗീകരിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് അല്പം കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. 4.5 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ദ്രിയങ്ങൾ കൊണ്ട് തൊട്ടറിയാനോ കാണാനോ കേൾക്കാനോ അല്ലെങ്കിൽ കൃത്യമായി ഉപകരണങ്ങൾ ഉപയോഗിച്ച് അളക്കാനോ കഴിയുന്ന ഒന്നിനെയാണ് ശാസ്ത്രം തെളിവുകളായി സ്വീകരിക്കുന്നത്. ഉദാഹരണത്തിന് വായു. കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും അതിന്റെ സമ്മർദ്ദം നമുക്ക് അളക്കുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തിന്റെ കാര്യത്തിൽ ഇത്തരം ഒരു ഭൗതികമായ അളവുകോൽ പ്രയോഗിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല. അദൃശ്യമെന്നാൽ നിലവില്ല എന്നർത്ഥമുണ്ടോ? പലരും ചോദിക്കാറുണ്ട്. കാറ്റിനെയും ഗ്രാവിറ്റിയെയും ഒന്നും കാണാൻ കഴിയില്ലല്ലോ, പിന്നെന്താണ് ശാസ്ത്രം അവയെ അംഗീകരിക്കുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാറ്റ് കാണാൻ കഴിയില്ലെങ്കിലും അത് മരങ്ങളെ ചലിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഗ്രാവിറ്റിയെ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ഒരു വസ്തു താഴേക്ക് വീഴുന്നത് നമുക്ക് അളക്കാൻ കഴിയും. അതായത് ഒരു ശക്തിയുടെ പ്രഭാവം നിരീക്ഷിക്കാനും അത് ആവർത്തിച്ച് തെളിയിക്കാനും സാധിക്കണം. ദൈവത്തിന്റെ കാര്യത്തിൽ അത്തരമൊരു പ്രഭാവം പ്രകൃതി നിയമങ്ങൾക്ക് പുറത്ത് സംഭവിക്കുന്നതായി ശാസ്ത്രീയമായി ഇതുവരെയും നിരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അസാധാരണമായ അവകാശവാദങ്ങൾക്ക് അസാധാരണമായ തെളിവുകൾ വേണം. കാൾ സാഗൻ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞ പ്രശസ്തമായ ഒരു വാക്യമാണ്, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ അത്രത്തോളം തന്നെ ശക്തമായ ഭൗതിക തെളിവുകൾ ആവശ്യമാണ്. വിശ്വാസങ്ങളോ കഥകളോ ശാസ്ത്രത്തിന് തെളിവുകളല്ല. വ്യക്തിപരമായ അനുഭവങ്ങൾ ശാസ്ത്രീയമല്ല. ഒരാൾക്ക് ദൈവം എന്നോട് സംസാരിച്ചു എന്ന് തോന്നിയാൽ അത് അയാളുടെ വ്യക്തിപരമായ അനുഭവം മാത്രമാണ്. എന്നാൽ ശാസ്ത്രത്തിന് വേണ്ടത് വസ്തുനിഷ്ഠമായ തെളിവുകളാണ്. അതായത് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ശാസ്ത്രജ്ഞൻ പരീക്ഷിച്ചാലും ഒരേ ഫലം തന്നെ കിട്ടണം. ദൈവത്തിന്റെ കാര്യത്തിൽ അത്തരമൊരു സാർവത്രികമായ പരീക്ഷണം സാധ്യമല്ല. ദൈവം ഇല്ല എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ് ശാസ്ത്രത്തിന് ദൈവം ഇല്ല എന്ന് തെളിയിക്കാൻ സാധിക്കാത്തത്? ശാസ്ത്രം പ്രധാനമായും പഠിക്കുന്നത് പ്രകൃതിയിലെ പദാർത്ഥങ്ങളെയും ഊർജത്തെയും സമയത്തെയും കുറിച്ചാണ്. ദൈവം എന്നത് ഈ ഭൗതിക നിയമങ്ങൾക്ക് പുറത്തുള്ള സമയം പോലും അനുഭവപ്പെടാത്ത ഒരിടത്ത് വസിക്കുന്ന ശക്തിയാണെന്നാണ് വിശ്വാസം. നമ്മുടെ പക്കലുള്ള ശാസ്ത്രീയ ഉപകരണങ്ങൾക്കോ ഗണിതത്തിനോ ഭൗതിക ലോകത്തിന് പുറത്തുള്ള ഒന്നിനെ അളക്കാനോ നിരീക്ഷിക്കാനോ കഴിയില്ല.
കാണാൻ കഴിയാത്ത ഒന്നിനെ എങ്ങനെയാണ് ഇല്ല എന്ന് തെളിയിക്കുക? ശാസ്ത്രത്തിൽ ഒരു കാര്യം ഉണ്ട് എന്ന് തെളിയിക്കാൻ എളുപ്പമാണ്. എന്നാൽ ഇല്ല എന്ന് തെളിയിക്കേണ്ടത് അത് ഉണ്ട് എന്ന് പറഞ്ഞവരുടെ ഉത്തരവാദിത്തം മാത്രമാണ്. ദൈവത്തിന് ഓരോരുത്തരും നൽകുന്ന നിർവചനം വ്യത്യസ്തമാണ്. ഒരാൾക്ക് ദൈവം എന്നത് ഒരു വ്യക്തി രൂപമാണെങ്കിൽ മറ്റൊരാൾക്ക് അത് പ്രപഞ്ചത്തിലെ ഊർജമാണ്. ശാസ്ത്രം ഒരു സങ്കല്പം തെറ്റാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും വിശ്വാസികൾ ദൈവത്തിന്റെ നിർവചനം മാറ്റാൻ സാധ്യതയുണ്ട്. പരീക്ഷണങ്ങൾക്ക് പിടികൊടുക്കാത്ത വിധം മാറിമറിയുന്ന ഒരു സങ്കല്പത്തെ ശാസ്ത്രത്തിന് നേരിടാൻ കഴിയില്ല. പ്രശസ്ത ചിന്തകൻ ബെർട്രാൻഡ് റസൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഭൂമിക്കും ചൊവ്വയ്ക്കും ഇടയിൽ ഒരു ചെറിയ ചായക്കോപ്പ സൂര്യനെ വലം വയ്ക്കുന്നുണ്ട് എന്ന് ഒരാൾ വാദിച്ചാൽ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ മറ്റുള്ളവർക്ക് കഴിയില്ല. കാരണം ആ ചായക്കോപ്പ അത്ര ചെറുതാണ്. പക്ഷെ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ചായക്കോപ്പ അവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കണം എന്നർത്ഥമില്ല. തെളിയിക്കേണ്ട ബാധ്യത അത് ഉണ്ടെന്ന് പറയുന്നവർക്കാണ്. ചുരുക്കത്തിൽ ശാസ്ത്രം ഒരിക്കലും ദൈവമില്ല എന്ന് അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്നില്ല. പകരം ദൈവം ഉണ്ട് എന്നതിന് ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നുമില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം തെളിവുകളില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനേക്കാൾ പ്രസക്തം തെളിവുകളുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ്. പണ്ടുകാലത്ത് ദൈവത്തിന്റെ ഇടപെടൽ എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങൾക്കും, അതായത് ഇടിമിന്നൽ, ഗ്രഹണം എന്നിവയൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഇന്നത്തെ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. പ്രകൃതി നിയമങ്ങൾ കൊണ്ട് തന്നെ ലോകത്തെ വിശദീകരിക്കാൻ കഴിയുമ്പോൾ ഒരു അമാനുഷിക ശക്തിയുടെ ആവശ്യം ശാസ്ത്രം കാണുന്നില്ല. ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഭൗതിക ലോകത്തെയാണ്. ദൈവം എന്നത് ഭൗതികതയ്ക്ക് അപ്പുറമുള്ള ഒരു സങ്കല്പമായതിനാൽ അത് ശാസ്ത്രത്തിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന ഒന്നല്ല. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ ഭൗതിക നിയമങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയുമെന്നിരിക്കെ അതിലേക്ക് ദൈവം എന്ന സങ്കീർണമായ മറ്റൊരു ഘടകത്തെ കൂട്ടി ചേർക്കുന്നത് അനാവശ്യമാണെന്നാണ് ശാസ്ത്രം കരുതുന്നത്. ദൈവവിശ്വാസം എന്നത് ഓരോ വ്യക്തിയുടെയും ആത്മനിഷ്ഠമായ അനുഭവങ്ങൾ മാത്രമാണ്. എന്നാൽ ശാസ്ത്രത്തിന് വേണ്ടത് സ്ഥലകാല ഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ പരീക്ഷിച്ച് ബോധ്യപ്പെടാവുന്ന വസ്തുനിഷ്ഠമായ സത്യങ്ങളാണ്. മഴയും ഇടിമിന്നലും പണ്ടുകാലത്ത് മനുഷ്യൻ ദൈവത്തിന്റെ കോപമായോ അനുഗ്രഹമായോ കണ്ടിരുന്നു. എന്നാൽ ഇന്ന് നമുക്കതിൻ്റെ പിന്നിലെ ഭൗതിക ശാസ്ത്രം അറിയാം. പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് പോലും പ്രതിഭാസത്തിന്റെ കാരണങ്ങൾ അറിയാൻ കഴിയും. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിന്റെ കാരണം അറിയില്ലാത്തപ്പോൾ അതിനെ ദൈവവുമായി ബന്ധിപ്പിക്കുക എന്നത് പണ്ട് മുതലേയുള്ള ഒരു ശീലമാണ്. ഇതിനെയാണ് ശാസ്ത്രത്തിൽ ഗോഡ് ഓഫ് ദി ക്യാപ്സ് എന്ന് വിളിക്കുന്നത്. പണ്ട് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അത് ദൈവകോപമാണെന്നും വിശ്വസിച്ചിരുന്നു. ഇന്ന് മേഘങ്ങൾക്കുള്ളിലെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ തമ്മിലുള്ള വൈദ്യുതി പ്രവാഹമാണ് ഇടിമിന്നൽ എന്ന് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മഴ എങ്ങനെ ഉണ്ടാകുന്നു? മഴ പെയ്യാൻ ഒരു ബാഹ്യശക്തിയുടെ സൂപ്പർ നാച്ചുറൽ ഇടപെടൽ ആവശ്യമില്ലെന്ന് ജലചക്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂര്യതാപം കൊണ്ട് കടലിലെ വെള്ളം ആവിയാകുന്നു. ആവി മുകളിൽ ചെന്ന് തണുത്ത് മേഘങ്ങളാകുന്നു. മേഘങ്ങളിലെ ജലകണികകളുടെ ഭാരം കൂടുമ്പോൾ അത് മഴയായി താഴേക്ക് പതിക്കുന്നു. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. ഇതിൽ എവിടെയും ഒരു അദൃശ്യഹസ്തം പ്രവർത്തിക്കുന്നതായി കാണാൻ നമുക്ക് കഴിയില്ല. പണ്ട് കാലത്ത് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അത് ഇന്ദ്രന്റെ വജ്രായുധം അല്ലെങ്കിൽ തോറിന്റെ ചുറ്റിയാണെന്നുമൊക്കെ ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ പോലെയുള്ള ശാസ്ത്രജ്ഞർ മിന്നൽ എന്നത് വെറും വൈദ്യുതി മാത്രമാണെന്ന് തെളിയിച്ചു. ഇന്ന് നമ്മൾ ഇടിമിന്നലിനെ ഭയന്ന് ദൈവത്തെ വിളിക്കുന്നതിന് പകരം കെട്ടിടങ്ങൾക്ക് മുകളിൽ ലൈറ്റ്നിങ് കണ്ടക്ടറുകൾ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അമാനുഷികമെന്ന് കരുതിയ പ്രതിഭാസങ്ങളെ ഭൗതിക നിയമങ്ങൾ കൊണ്ട് കീഴടക്കാൻ നമുക്കിന്ന് കഴിഞ്ഞിരിക്കുന്നു. പ്രകൃതി പ്രതിഭാസങ്ങൾക്കെല്ലാം സ്വാഭാവികമായ കാരണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ ദൈവം എന്ന സങ്കല്പം അപ്രസക്തമാകും. ജീവന്റെ ഉത്ഭവം ദൈവമാണെന്ന് വിശ്വസിച്ചിരുന്ന കാലത്ത് നിന്ന് ഡാർവിനും ശാസ്ത്രവും എങ്ങനെയാണ് ജീവന്റെ വികാസത്തെ വളരെ ലളിതമായി വിശദീകരിച്ചത്? പണ്ട് മനുഷ്യർ വിശ്വസിച്ചിരുന്നത് ഓരോ ജീവിയെയും മനുഷ്യൻ, ആന, സിംഹം, പൂമ്പാറ്റ തുടങ്ങി ദൈവം പ്രത്യേകമായി സൃഷ്ടിച്ചു എന്നാണ്. എന്നാൽ ഡാർവിൻ പറഞ്ഞത് എല്ലാ ജീവജാലങ്ങളും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഒരു പൊതുവായ പൂർവികനിൽ നിന്നും രൂപപ്പെട്ടത് എന്നാണ്. ഇതിനെ അദ്ദേഹം പ്രധാനമായും 2 കാര്യങ്ങളിലൂടെ വിശദീകരിച്ചു. പ്രകൃതി നിർദ്ധാരണം, അർഹതയുള്ളവന്റെ അതിജീവനം എന്നാണ് ഡാർവിൻ സിദ്ധാന്തത്തിന്റെ കാതൽ.
പ്രകൃതിയിലെ വിഭവങ്ങൾ പരിമിതമാണ്. അതിനാൽ ജീവികൾ തമ്മിൽ നിലനിൽപ്പിനായി ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. ഇതിൽ ആരാണ് ജയിക്കുക? ഓരോ ജീവിവർഗത്തിലും ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകാം. ഉദാഹരണത്തിന്, ഒരു കൂട്ടം ജീവികളിൽ കഴുത്തിന് നീളം അല്പം കൂടുതലാണെന്ന് കരുതുക. ഉയരത്തിലുള്ള മരങ്ങളുടെ ഇലകൾ തിന്നാൻ കഴുത്തിന് നീളമുള്ളവയ്ക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു. കഴുത്തിന് നീളം കുറഞ്ഞവയ്ക്ക് ഭക്ഷണം കിട്ടാതെ വരുന്നു. ആഹാരം കൂടുതൽ ലഭിക്കുന്ന കഴുത്തിന് നീളമുള്ള ജീവികൾ കൂടുതൽ കാലം ജീവിക്കുകയും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നത് നീളമുള്ള കഴുത്തുകൾ തന്നെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ആ വർഗത്തിൽ എല്ലാ ജീവികൾക്കും നീളമുള്ള കഴുത്തുണ്ടാകും. ഇവിടെ ദൈവം വന്ന് കഴുത്ത് നീട്ടിയതല്ല, മറിച്ച് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടവർ മാത്രം അതിജീവിച്ചതാണ്. ഭൂമിയിലെ സകല ജീവികളും ഒരേ മരത്തിന്റെ പല ശാഖകൾ പോലെയാണെന്ന് ഡാർവിൻ പറഞ്ഞു. ആദ്യം കടലിൽ രൂപപ്പെട്ട വളരെ ലളിതമായ ഏകകോശ ജീവികളിൽ നിന്നാണ് പരിണാമം തുടങ്ങിയത്. കാലക്രമേണ അവയിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ചിലത് മീനുകളായി, ചിലത് കരയിൽ ജീവിക്കുന്നവരായി, ചിലത് പക്ഷികളായി. മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായതല്ല, മറിച്ച് മനുഷ്യനും കുരങ്ങനും ഒരേ പൂർവികനിൽ നിന്ന് വേർപിരിഞ്ഞ രണ്ട് ശാഖകളാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഡാർവിന്റെ കാലത്ത് ജീനുകളെ കുറിച്ച് അറിവില്ലായിരുന്നു. എന്നാൽ ആധുനിക ശാസ്ത്രം DNA കണ്ടെത്തിയതോടെ ഡാർവിൻ പറഞ്ഞത് 100% ശരിയാണെന്ന് ഉറപ്പിച്ചു. എല്ലാ ജീവികളുടെയും DNA ഘടനയിൽ വലിയ സാമ്യമുണ്ട്. ഉദാഹരണത്തിന്, മനുഷ്യന്റെയും ചിമ്പാൻസിയുടെയും DNAയിൽ 98% സമാനമാണ്. ഇത് ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണെന്നുള്ളതിന് കൃത്യമായ ശാസ്ത്രീയമായ തെളിവാണ്. ദൈവം ഓരോ ജീവിയെയും കളിമണ്ണിൽ രൂപപ്പെടുത്തിയതുപോലെ ഉണ്ടാക്കി എന്ന വിശ്വാസത്തിന് പകരം പ്രകൃതിയിലെ നിയമങ്ങൾ അനുസരിച്ച് ലളിതമായ രൂപങ്ങളിൽ നിന്ന് സങ്കീർണമായ രൂപങ്ങളിലേക്ക് ജീവൻ സ്വയം വികസിച്ചു എന്നാണ് ശാസ്ത്രം തെളിയിച്ചത്. ഇതിൽ ഒരു മാന്ത്രികതയുടെയും ആവശ്യമില്ല. പകരം മാറ്റം, അതിജീവനം, സമയം എന്നീ 3 ഘടകങ്ങൾ മാത്രം മതി. സ്റ്റീവൻ ഹോക്കിങ്സ് എന്ന മഹാനായ ശാസ്ത്രജ്ഞന്റെ ദി ഗ്രാൻഡ് ഡിസൈൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? പഴയ സങ്കല്പം അനുസരിച്ച് ഒന്നുമില്ലാത്ത ഒരിടത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു സൃഷ്ടാവ് വേണം. എന്നാൽ ഹോക്കിങ്സ് പറയുന്നത്, പ്രപഞ്ചത്തിലെ ഭൗതിക നിയമങ്ങൾ ഉണ്ടെങ്കിൽ പ്രപഞ്ചത്തിന് സ്വയം ഉണ്ടാകാൻ സാധിക്കും എന്നാണ്. അദ്ദേഹം അതിന് പറയുന്ന തെളിവുകൾ നിരവധിയാണ്. പ്രധാനമായും ഗുരുത്വാകർഷണം. ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് വെറും ഒരു ശക്തിയല്ല, അത് സ്ഥലകാലത്തെ വക്രീകരിക്കാൻ കഴിവുള്ള ഒന്നാണ്. ഗുരുത്വാകർഷണം നിലനിൽക്കുന്നത് കൊണ്ട് പ്രപഞ്ചത്തിന് ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വയം സൃഷ്ടിക്കപ്പെടാൻ കഴിയും. ഒരു കല്ല് മുകളിലേക്ക് എറിയാൻ ഊർജം വേണം, എന്നാൽ ഗുരുത്വാകർഷണം ആ കല്ലിനെ താഴേക്ക് വലിക്കുന്നു. പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജവും നെഗറ്റീവ് ഊർജവും കൂട്ടിക്കഴിച്ചാൽ ഉത്തരം 0 ആയിരിക്കും. അതായത് 0-ൽ നിന്ന് അല്ലെങ്കിൽ ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായപ്പോൾ നിയമപരമായി അവിടെ ഊർജത്തിന്റെ കണക്കുകൾ കൃത്യമായി. ഇതിന് ഒരു ബാഹ്യശക്തിയുടെ പ്രേരണ ആവശ്യമില്ല. നമ്മുടെ പ്രപഞ്ചം ഉണ്ടായപ്പോൾ ആ നിമിഷത്തിൽ സമയം എന്ന സങ്കല്പം പോലും നിലവിലില്ലായിരുന്നു. സമയം ഇല്ലാത്ത ഒരിടത്ത് ഒരു സൃഷ്ടാവിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? കാരണം ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ അവിടെ സമയം വേണം. എന്നാൽ പ്രപഞ്ചം ഉണ്ടായതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാകേണ്ടതല്ല. അതിനാൽ പ്രപഞ്ചം ഉണ്ടായതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാകേണ്ടതില്ല. അത് പ്രകൃതി നിയമങ്ങളുടെ സ്വാഭാവികമായ പരിണത ഫലമാണ്. ഒരു സമതലമായ നിലത്ത് ഒരാൾ ഒരു കുഴി ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. കുഴി തോണ്ടി കിട്ടുന്ന മണ്ണ് കൊണ്ട് അയാൾ അവിടെ ഒരു ചെറിയ കുന്നും ഉണ്ടാക്കുന്നു. ഇവിടെ കുഴി നെഗറ്റീവ് ഭാഗവും കുന്ന് പോസിറ്റീവ് ഭാഗവുമാണ്. രണ്ടും കൂടി വീണ്ടും ചേർത്താൽ നിരപ്പായ നിലം കിട്ടും, അതായത് ശൂന്യത അല്ലെങ്കിൽ 0. ഇതുപോലെയാണ് പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളും ഗുരുത്വാകർഷണവും എന്ന് ഹോക്കിങ്സ് വാദിക്കുന്നു. ഈ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും ചിലർക്കുണ്ടാകുന്ന ഒരു സംശയമുണ്ട്. ഒരു കുഴി ഉണ്ടാക്കുകയും അതിന് തൊട്ടടുത്തായി ഒരു കുന്നുണ്ടാക്കുകയും ചെയ്യാൻ ഒരാളുടെ പ്രവൃത്തി ആവശ്യമല്ലേ? മണ്ണ് മാറ്റാൻ ഒരു മനുഷ്യൻ വേണം. എന്നാൽ പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ ഹോക്കിംഗ് പറയുന്നത് അവിടെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററുടെ ആവശ്യമില്ല, പകരം ഭൗതിക നിയമങ്ങൾ മാത്രം മതി എന്നാണ്. ലളിതമായി പറഞ്ഞാൽ, ഒരു കല്ല് മുകളിൽ നിന്ന് താഴേക്ക് വീഴാൻ ആരെങ്കിലും തള്ളണോ? വേണ്ട, ഗുരുത്വാകർഷണം എന്ന അത്ര മതി.
ഒരു വിത്ത് മുളയ്ക്കാൻ ആരെങ്കിലും ഉള്ളിൽ ഇരുന്ന് അത് തുറക്കണോ? വേണ്ട, ജൈവ നിയമങ്ങൾ അത് ചെയ്തുകൊള്ളും. അതുപോലെ ക്വാണ്ടം ഭൗതികത്തിലെ നിയമങ്ങൾ അനുസരിച്ച് ശൂന്യതയിൽ പോലും കണികൾ സ്വയം ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ഒരു സൃഷ്ടാവിന്റെ പങ്ക് ശാസ്ത്രം കാണുന്നില്ല. പകരം പ്രകൃതിയുടെ സ്വഭാവം അങ്ങനെയാണെന്ന് ശാസ്ത്രം വിശദീകരിക്കുന്നു. സ്റ്റീഫൻ ഹോക്കിംഗ് ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന പോയിന്റ് സമയത്തിന്റെ ഉത്ഭവമാണ്. ബിഗ് ബാങ്ങിന് മുമ്പ് സമയം ഒന്നേയില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യാൻ, ഉദാഹരണത്തിന് ഒരു കുഴി എടുക്കാൻ അല്ലെങ്കിൽ മറ്റൊരു പ്രവൃത്തി ചെയ്യാൻ സമയം വേണം. സമയം തന്നെ നിലവിലില്ലാത്ത ഒരിടത്ത് എങ്ങനെ ഒരാൾക്കൊരു പ്രവൃത്തി ചെയ്യാൻ കഴിയും? അതുകൊണ്ട് പ്രപഞ്ചമുണ്ടായ ആ നിമിഷം ഒരു കാരണവും ഫലവുമില്ലാത്ത ഒന്നാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. അത് പ്രകൃതി നിയമങ്ങളുടെ ഒരു സ്വാഭാവികമായ ഒരു പ്രവർത്തനം മാത്രമാണ്. കുന്നും കുഴിയും ഉണ്ടാക്കാൻ ഒരു മനുഷ്യൻ വേണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം എന്ന കുന്നും കുഴിയും ഉണ്ടാക്കാൻ ഒരു സൃഷ്ടാവ് വേണ്ടേ? ഇതിന് ശാസ്ത്രം നൽകുന്ന മറുപടി ഇതാണ്: പ്രപഞ്ചത്തിന് പുറത്തു നിന്ന് ഒരാൾ വന്ന് ഇത് ചെയ്യേണ്ടതില്ല. പ്രപഞ്ചത്തിനുള്ളിലെ നിയമങ്ങൾ തന്നെയാണ് ഇതിന് കാരണം. ഒരു കാന്തിക കല്ല് ഇരുമ്പിനെ വലിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വെള്ളം തണുക്കുമ്പോൾ ഐസ് ആകുന്നത് പോലെ, പ്രകൃതി നിയമങ്ങൾ കൃത്യമാണെങ്കിൽ പ്രപഞ്ചം സ്വയം സംഭവിക്കും. ഒരു കെട്ടിടം പണിയാൻ തൊഴിലാളികൾ വേണം. എന്നാൽ ഒരു നക്ഷത്രം രൂപപ്പെടാൻ ഗുരുത്വാകർഷണ ബലം മാത്രം മതി. ആ വ്യത്യാസമാണ് ശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നത്. ശാസ്ത്രം എന്നത് നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ശേഖരിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായി അഴിഞ്ഞു വീഴുമ്പോൾ പണ്ട് അമാനുഷികമെന്ന് കരുതിയ പലതും നമ്മൾ തള്ളിക്കളയേണ്ടതായി വരുന്നു. ശാസ്ത്രം എന്തുകൊണ്ടാണ് ദൈവമെന്ന സങ്കല്പത്തെ അംഗീകരിക്കാത്തത് എന്ന് ഈ വീഡിയോയിലൂടെ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.